ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ജുബീസ് ലൈഫ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ജീരക മൈലാഞ്ചി എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. 3 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബൗളിലേക്ക് തട്ടി കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഒരു പഴയ കുക്കറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു പാത്രം, ഇതിൻ്റെ നടുക്കായിട്ട് പാത്രം വെച്ച് കൊടുക്കുക. ഇതിൻ്റെ സൈഡിലായിട്ട് ഈ പൊടികൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെയാണ് ഇതിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക. കല്ലിറക്കി വെക്കുക. അപ്പോൾ ഇതിൽ ആവിയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് വെച്ച് പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ ഈ കല്ലൊന്നും എടുത്ത് മാറ്റുക. ഫ്ലെയിം കുറച്ച് വെക്കണം. നമ്മൾ ചൂടായ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. എന്നാൽ കൂടുതൽ ലിക്വിഡ് കിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഐസ് ക്യൂബ് ഇട്ട വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ലിക്വിഡ്. അപ്പോൾ കുറച്ചൊക്കെ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. കുക്കർ ഒന്നായിട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫായതിന് ശേഷമാണ് ഈ ലിക്വിഡ് എടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ ലിക്വിഡ്. ഇതിലേക്ക് നമ്മൾ കുറേശ്ശെ മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു ഇർക്കിൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ കുറച്ച് മൈദ ഏറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ജീരക മൈലാഞ്ചി. ഇപ്പം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൈദ കൂട്ടിയിട്ട്. ഇത് കുറച്ച് മൈദ കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മൈദ കൂടി പോകണ്ട, കുറച്ചൊരു ലൂസായിട്ട് കിട്ടിയാൽ മതി. ഇങ്ങനെ അയച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിട്ടിട്ട് കയ്യിൽ ചുവന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ മൈലാഞ്ചി ഏറ്റവും നല്ലത് രാത്രി ഇടാണ്ട്. രാത്രി കിടക്കുമ്പോൾ ഇട്ടാൽ രാവിലെ അത് ഊരുമ്പോൾ കുറച്ചൊരു ലൈറ്റ് കളറായിട്ട് ഉണ്ടാകുള്ളൂ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴൊക്കെ ചുവപ്പായി മാറും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.